പരമാവധി ഇറങ്ങി മോണം വാ. എന്നിട്ട് എന്താ മഫ്റ്റിയില്? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. താമസ സൗകര്യമൊക്കെ എങ്ങനെ? കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന പുതിയ എസ് ഐ ആണ്, മിസ്റ്റർ രാജൻ. ഇതെന്റെ വാമഭാഗം, ഇതെന്റെ മോള് നിഷ. പിന്നെ ഭക്ഷണമൊക്കെ ഹോട്ടലിൽ നിന്നായിരിക്കും അല്ലേ? അല്ല, ഒരു ജോലിക്കാരനുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്യും. എത്രയായാലും സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ഉണ്ടാവില്ലല്ലോ ആണുങ്ങൾ പാചകം ചെയ്ത. അതെ. മോന് രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോ സ്വന്തം വീടല്ലാന്ന് കരുതി വീട്ടിലേക്ക് വരാൻ മടിക്കരുത്. കേട്ടോ മിസ്റ്റർ രാജൻ, ഇവളൊരു വലിയ പാചകക്കാരിയാ, പ്രത്യേകിച്ച് ഇവൾ ഉണ്ടാക്കുന്ന പൊടിമീൻ. ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ തന്നെ കാരണം ഇവളൊരു പാചക ശിരോമണിയാണെന്ന് അറിഞ്ഞിട്ടാ. പെണ്ണിത്തിരി മോശമാണെങ്കിലും ജീവിതാവസാനം വരെ രുചിയറിഞ്ഞ് ഭക്ഷണം കഴിച്ച് ജീവിക്കാമല്ലോ അല്ലടി. അപ്പൊ ഞാൻ പോട്ടെ, എനിക്കൊരു അല്പം തിരക്കുണ്ട്. വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഞങ്ങളെ അന്യരായി കരുതി കൊച്ചായി കളയരുതേ. അല്ലേ പത്മാവതി? നിങ്ങൾ എന്തോന്നാ രാജനോട് പറഞ്ഞത്? എടി, രാജനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ആളും തരവും ഒക്കെ നോക്കി ഇടയ്ക്കല്ല വിടലസൊക്കെ വിട്ടില്ല. എങ്ങനാ? നിനക്ക് മീൻ കൂട്ടാനല്ല ഒരു കുന്തവും ഒക്കെ അറിയാൻ പാടില്ല, എനിക്കറിയാൻ പാടില്ലേ? അല്ലേ മോളെ? മതി സാറ്. കേറ് മോളെ. നിനക്കൊരു പാവാടിക്കും ബ്ലൗസിനുള്ള തുണിയാ, അമ്മയ്ക്കൊരു മുണ്ടുണ്ട്. ഇന്ന് ശമ്പളം കിട്ടിയല്ലേ? ഇതാർക്കാ ചേച്ചി? ചേട്ടന്റെ ഷർട്ടിനുള്ളതാ. എന്തിനാ എനിക്ക് വാങ്ങിച്ചത്? ചേട്ടന്റെ ഷർട്ടെല്ലാം കീറിയിരിക്കുക. മോളെ, ഇത് അമ്മയ്ക്കുള്ള മരുന്നാണ്, കൊണ്ടുവച്ചേക്കൂ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. സൗന്ദര്യവും സാമർഥ്യമുള്ള പെങ്ങന്മാരുണ്ടായ ആങ്ങളമാര് കൊല ചെയ്താ പോലും പോലീസിന് രക്ഷപ്പെടാൻ. അത് ശരിയാ തോമ്പച്ച. നമ്മുടെ തമ്പിയെ സ്റ്റേഷനിൽ നിന്ന് വിട്ടതേ അവന്റെ പെങ്ങളില്ലേ, ആ മാലാക്ക നേഴ്സ്, അവള് ഇൻസ്പെക്ടറെ ചെന്നൊന്ന് കണ്ടു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ തമ്പി സ്റ്റേഷന് പുറത്ത്. ആടെ പെണ്ണുങ്ങളുടെ ഒരു ഗുണം. ആ ഇൻസ്പെക്ടർ ആര് ചെന്ന് പറഞ്ഞാലും അങ്ങനെ വിടാത്ത പാർട്ടിയാണല്ലോ. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ കണ്ട ആരാ വിടാത്തത്? ഈ പെണ്ണുങ്ങൾക്ക് ദൈവം കൊടുത്തത് ആണുങ്ങൾക്ക് തന്നിരുന്നെങ്കിലേ നമ്മളിവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാനെ. ആഹാ, എടാ തമ്പി, നീ ആള് ഭാഗ്യവാനാണ്. നല്ല സുന്ദരിയായ ഒരു പെങ്ങളെ ദൈവം നിനക്ക് അറിഞ്ഞു തന്നിട്ടുണ്ട്.
പോടാ പട്ടിയും പൂച്ചല്ലേ കൊല്ലാൻ. അയ്യോ, ഇതെന്ത് പറ്റി ചേട്ടാ? മുഖമൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ. മുറിയും. മുഖം മാത്രമല്ല, മനസ്സും അഭിമാനവും എല്ലാം. ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നെ സ്റ്റേഷനിൽ നിന്ന് വിട്ടത് നിന്റെ കഴിവുകൊണ്ടാണെന്നാണ് ആളുകളെല്ലാം പറയുന്നത്. ചേട്ടാ, ആ തെണ്ടി കടുവത്തുമ്മനെ ഞാൻ കൊന്നേനെ. അവൻ നിന്നെക്കുറിച്ച് ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ചേട്ടന്റെ അനിയത്തെ ചേട്ടൻ അറിഞ്ഞൂടെ? ഇല്ല, അവനെ ഞാൻ കൊല്ലും. ചേച്ചി, ചേട്ടാ ഒന്ന് പതുക്കെ പറ. ഞാൻ പറയുന്ന വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നീ എന്താ പറഞ്ഞത്? ഇൻസ്പെക്ടർ രാജന്റെ കാര്യം. രാജൻ എന്ത് പറ്റി? തേങ്ങാക്കൊല. എടി, തേങ്ങാക്കൊലയും ചക്കയും മാങ്ങായും ഒക്കെ ഉള്ള തറവാട്ടുകാരാ അവര്. അതുകൊണ്ട് തന്നെയാ ഞാൻ പറയുന്നത്, അവൻ വേറെ ആരുടെയെങ്കിലും വലയിൽ വീഴുന്നതിന് മുൻപ് അവനെ കൊണ്ട് നമ്മുടെ മോളെ കല്യാണം കഴിപ്പിക്കണമെന്ന്. നീ മനസ്സിൽ കാണും മുമ്പേ ഞാൻ മരത്തെ കണ്ടവനാ. പക്ഷെ അതിന് തന്ത്രപൂർവ്വം ചില കരുക്കൾ നീക്കണം, എങ്കിലേ സംഭവം നടക്കൂ. എന്റെ അഭിപ്രായത്തിൽ ഇനി അവളെ അധികം പഠിപ്പിക്കണ്ട. എത്രയും വേഗം രാജന്റെ കൂടെ കല്യാണം കഴിച്ചയക്കണം. അല്ലെങ്കിൽ പോലീസുകാരുടെ കാര്യമാ, അവർക്ക് സ്ഥലം മാറ്റമോ ട്രാൻസ്ഫറോ ഒക്കെ ഉണ്ടാവും. വിഷയ്ക്ക് രാജനെന്ന് വെച്ചാ ജീവന്. എടീ പത്മം, നമ്മുടെ വീട്ടിലൊരു പോലീസ് ഓഫീസർ മരുമകനായിട്ട് വരേണ്ടത് എന്റെയും കൂടെ ഒരു ആവശ്യമാ. നിശയെ അവനെ കൊണ്ട് കെട്ടിച്ചിട്ട് വേണം എനിക്ക് അവനെ വെച്ച് ചില കളികൾ കളിക്കാൻ. നീ പോയി ഒരു സ്മോളിങ് എടുത്തോണ്ട് വാ, ചെല്ലേ. രാജേട്ടനില്ലേ? എവിടുന്ന് വരുന്നു? ഇവിടെ അടുത്തുന്ന. എന്താ കേസ്? അത് നേരിട്ട് പറഞ്ഞോളാം. കേസിന്റെ സ്വഭാവം അനുസരിച്ച് സാറിനെ കാണാൻ അനുവദിക്കൂ. താൻ പോലീസുകാരനോ അതോ അടുക്കളക്കാരനോ? രണ്ടും ചേർന്നതാ. ഞാൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായോ? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാകര മേനോന്റെ മകളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മോളാണോ? എന്നാ നേരത്തെ പറഞ്ഞൂടായിരുന്നു. സാർ കുളിക്കുകയാണ്, ഞാൻ ഇപ്പൊ വിളിക്കാം. ഇരുന്നേ. ഗുഡ് ഈവനിങ് രാജേട്ടാ. ഗുഡ് ഈവനിങ്. നിഷ എന്താ വന്നത്? വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. രാജേട്ടൻ ഇതൊരു വീട്ടിലേക്ക് വന്നില്ലല്ലോ. സമയം കിട്ടണ്ടേ? രാജേട്ടൻ അത്രയ്ക്ക് ബിസിയാണോ? അത്രയ്ക്ക് ബിസിയാകാൻ സ്റ്റേഷനിൽ എന്ത് ജോലിയാ ഉള്ളത്? കള്ളന്മാരെയും തെമ്മാടികളെയും പിടിക്കാൻ മാത്രമല്ല ഞങ്ങളുടെ ജോലി, അല്ലാതെ തന്നെ 100 കൂട്ടം ജോലിയുണ്ട് സ്റ്റേഷനിൽ. രാജേട്ടൻ ബാഡ്മിന്റൺ കളിക്കാൻ പോവല്ലേ? എന്തിനാ പുറത്തു പോകുന്നത്? വീട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുണ്ട്. വീട്ടിൽ വന്നാൽ ബാറ്റ് കളിക്കാൻ എനിക്കും ഒരു കമ്പനിയായി. ക്ലബില് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചാണ് കളിക്കുന്നത്. ഡാഡി എപ്പോഴും പറയും രാജേട്ടനെ വിളിച്ച് ബാഡ്മിന്റൺ കളിക്കാൻ. രാജേട്ടൻ ഒരു പോലീസ് ഓഫീസർ ആകേണ്ട ആളല്ല. എന്താ, എനിക്കതിനുള്ള യോഗ്യത ഇല്ലേ? അതല്ല, പോലീസ് ഓഫീസർ എന്ന് വെച്ചാൽ എന്റെ സങ്കല്പത്തിൽ കൊമ്പൻ മീശയും പരുക്കൻ സ്വഭാവം ഒക്കെയാണ്. ബട്ട് രാജേട്ടൻ വെരി സ്മാർട്ട്. അത് നിഷ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ പോലീസ് ഓഫീസേഴ്സിനെ ഒന്നും കാണാഞ്ഞിട്ടാണ്. രാജേട്ടന് നന്നായി സംസാരിക്കാൻ അറിയാം. എനിക്കും ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇഷ്ടം. അല്ല, എനിക്കൊരു അല്പം തിരക്കുണ്ട്. എന്നെ അവോയ്ഡ് ചെയ്യാനാണെങ്കിൽ ഞാൻ പൊയ്ക്കൊള്ളാം. നാളെ വരാം. നാളെ ഞാനിവിടെ ഉണ്ടാവില്ല. എന്നാൽ മറ്റന്നാൾ. നാളെ കഴിഞ്ഞല്ലേ മറ്റന്നാള്. എന്നാൽ ഞാനിനി ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ? ഡോക്ടർ സാറിന് എന്തായിരുന്നു മോളെ അസുഖം? അറ്റാക്ക് ആയിരുന്നമ്മേ. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ? ഉവ്വ്, ഞങ്ങൾ എല്ലാവരും പോയിരുന്നു. അല്പം പിടിവാശിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല മനുഷ്യനായിരുന്നമ്മേ. ഇനിയിപ്പം ആരാ മോളെ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? മകനൊരു ഡോക്ടറാണ്, ഫോറിനിലായിരുന്നു, വന്നിട്ടുണ്ട്. സാർ, ആ സിസ്റ്റേഴ്സിനോടൊക്കെ വരാൻ പറയും. ഞാൻ കണ്ടെടുത്തോളം ഇവിടെ ആകെ താറുമാറായി കിടക്കുകയാണ്. ഒരു പേഷ്യന്റിനെ ശ്രദ്ധിക്കാൻ പോലും ഇവിടെ ആരുമില്ല. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശോശാമ്മയെ ഏൽപ്പിക്കാം.
ശോശാമ വേണം എല്ലാം നോക്കിക്കാണാൻ. എല്ലാ കാര്യത്തിലും എന്റെ കണ്ണ് ചെന്നെന്ന് വരില്ല. ഡു യു ഫോളോ മീ? യെസ് ഡോക്ടർ. ശോശാമയ്ക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഓക്കെ ഡോക്ടർ, നോ പ്രോബ്ലം. യെസ് ഡോക്ടർ. നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് മിസ് ശോശാമ്മ ചെറിയാൻ. നമസ്കാരം. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സായിരുന്നു. നമ്മുടെ ആശുപത്രിയുടെ സേവനത്തിന് വേണ്ടി ഞാൻ ഇവരെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. ഇന്നു മുതൽ ഇവിടുത്തെ ഹെഡ് നഴ്സായി ചാർജ് എടുക്കാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾ ഡാഡിയോട് കാണിച്ചിരുന്ന ഭയഭക്തി ബഹുമാനമൊന്നും എന്നോട് കാണിക്കണമെന്നില്ല. നമുക്കിവിടെ ഒരു കുടുംബം പോലെയും കഴിയാം. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. നമ്മളെല്ലാവരെയും വലയ്ക്കണ ലക്ഷണം ഉണ്ട് കേട്ടോ. നിങ്ങൾക്കറിയോ, ഗവൺമെന്റ് ആശുപത്രി കിടന്ന് കുറെ ഓടിയ പാർട്ടിന് നോ മാരേജ് അറ്റാൾ. താൻ അവരറിയോ? എന്തൊട്ടറിയാനാ? അത് അവരുടെ ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം കണ്ട് അറിഞ്ഞൂടെ? ദാറ്റ് ഈസ് ദ ഡിഫിക്കൽട്ടി. വാട്ട് മാഡം? താൻ ഇവിടുത്തെ അറ്റൻഡർ ആണോ? യെസ്, ഐ കം അറ്റൻഡർ, കം ഇൻ ആൾ ഇൻ ആൾ. മാഡത്തിന് എന്തൊട്ടാ കുടിക്കാൻ വേണ്ടേ? കാപ്പിയോ ചായയോ കൂൾ ഡ്രിങ്ക്സോ? ഒന്നും വേണ്ട. നത്തിങ്, ഒന്നും വേണ്ടേ? മാഡത്തിന് എന്താവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നിമിഷത്തിനകം ഞാൻ സഹിച്ചു തരാം. എടോന്നോ? നോക്ക്, നെയിം ബോർഡ്. ഐ ആം സോറി. ചാക്കുണ്ണി, എന്തോ? ആ മെഡിസിന്റെ സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തോണ്ട് വരൂ. പോണ പോക്കണ്ട. ഞാനാര് നീ ആര് ഞാനാര് ഞാനാര് നീ ആര് ഞാനാര്. രണ്ടു മാസം കൂടി ചേർന്ന് കഥകളി നടത്താൻ പോകണോ? അതൊക്കെ ചാക്കുണ്ണിയുടെ ഒരു അടവല്ല സിസ്റ്ററെ. ഞാൻ കറക്റ്റ് ടൈമിന് തന്നെ എത്തി. ഒരു സെക്കൻഡ് വൈകിരുന്നെങ്കിൽ രാജേട്ടൻ പോയേനല്ലേ. എന്താ പ്രത്യേകിച്ച്? രാജേട്ടൻ ഇതുവരെ വീട്ടിലേക്ക് വന്നില്ല. പക്ഷേ ഈ സൺഡേ എന്തായാലും വീട്ടിലേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. സൺഡേ എന്താ വിശേഷം? എന്റെ ബർത്ത്ഡേ ആണ്. അതെയോ? എത്രാമത്തേതാണെന്ന് എന്താ ചോദിക്കാത്തെ? പെൺകുട്ടികളുടെ വയസ്സ് ചോദിക്കാൻ പാടില്ല എന്നാണ് പ്രമാണം. എല്ലാ പെൺകുട്ടികളെയും പോലെയാണോ ഞാൻ? കഴിഞ്ഞ വർഷം എന്റെ ബർത്ത്ഡേക്ക് 17 മെഴുകുതിരികൾ കത്തിച്ചു. ഈ പ്രാവശ്യം ഒന്നുകൂടി കൂടും, 18. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇല്ലാതിരുന്ന ഒരാൾ ഈ വർഷത്തെ എന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാവും. രാജേട്ടൻ. നേരിട്ട് ക്ഷണിച്ചില്ലെന്ന് പറയരുത്. ഇപ്പോൾ പറയുന്നു, രാജേട്ടൻ എന്റെ ബർത്ത്ഡേക്ക് വരണം. നോക്കാം എന്ന് പറഞ്ഞു പറ്റില്ല. രാജേട്ടൻ വരാതിരിക്കരുത്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന വാക്കുകൾക്കപ്പുറം രാജേട്ടന്റെ സാന്നിധ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ കാത്തിരിക്കും. സമയം പോയി പോകാൻ തിരക്കുണ്ട് എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ ഇറങ്ങിയേക്കാം. ഐ വിൽ എക്സ്പെക്ട് യു സൺഡേ മോർണിംഗ് അറ്റ് 11 o'clock. ഓക്കെ? വരട്ടെ. എന്താ? അറ്റൻഡൻസ് ആൻഡ് സയൻസ്. സയൻസോ? സയൻസ് അല്ല, സൈൻ. ഇപ്പൊ മണി എത്രേ? മണി ഈസ് നോട്ട് എ പ്രോബ്ലം സിസ്റ്ററെ. തന്റെ ഈ വലിയ വാചകമൊന്നും എന്റെ അടുത്ത് വേണ്ട. ഗീതയ്ക്ക് എന്ത് പറ്റി? ബസ് ലേറ്റായി. ബസിന്റെ സമയം നോക്കി ഇവിടെ ഹോസ്പിറ്റൽ നടത്താൻ പറ്റില്ല. ഗീതയ്ക്ക് ഇത് പതിവാണ്. ഇനി മേലിൽ ഇത് ആവർത്തിച്ചാൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. ഗീത സിസ്റ്ററോടായിരിക്കും അല്ലേ? തന്നോടും കൂടിയാ. എന്റെ കാര്യം നത്തിങ് ഡൂയിങ്. തന്റെ ഒരു nothing doing. ഇതിൽ ഒപ്പിട്ടിട്ട് പോ. എന്റെ കൂടി ഇട്ടോളൂ. 1-ാം തീയതിയായ ശമ്പളം വാങ്ങിക്കാൻ മാത്രം കറക്റ്റ് ആയിട്ട് വരും. പൊക്ക പൊക്ക.
താങ്ക് യു. അയ്യോ, ആ ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ സിസ്റ്ററെ? ഹൗ എന്തൂട്ട് സാധനം അത്. ദേ ഒരു 10-15 പട്ടിക്ക് തിന്നാനുള്ള ഇറച്ചിന്റെ മേത്ത്. എന്തുട്ട് അവര് കഴിക്കണേ? അവരുടെ റേഷൻ എവിടെയാ? ദിവസവും പ്രോട്ടീൻസ് കഴിക്കണ്ടാവില്ലേ? ദേ സിസ്റ്ററെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഒരുമിച്ച് നിന്നില്ലേ ഉണ്ടല്ലോ, അവര് നമ്മളെടുത്ത് താറെടുക്കും. അതാരാ? ഇന്ത്യൻ പ്രസിഡന്റോ? അല്ലത് ചിരിക്കണ്ട, ഉടനെ കരയാ. ഇവളെ കാണുമ്പോ ഈ തടി ഉണ്ടെന്നുള്ളേ ഉള്ളൂ, മനസ്സ് പൊള്ളയാ. ഞാൻ കല്യാണം കഴിക്കുമ്പോഴേക്ക് ഇത്രയും തടിയുണ്ട്. യാതൊരു കുറവ് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. 4 മണിക്ക് മുമ്പ് നമ്മൾ അവിടെ എത്തേണ്ടതല്ലേ? എന്നാ ഞങ്ങൾ വരട്ടെ. എന്താണ് പറയിച്ചത്? ഇത് പലഹാരമാ. ഇവിടുന്ന് രാജൻ സാറിന് കൊടുത്തയച്ച പിറന്നാൾ പലഹാരം. രാജൻ സ്ഥലത്തില്ലേ? ഉണ്ട്. ഇങ്ങനെയുള്ള പാരിതോഷികങ്ങൾ സാറ് സ്വീകരിക്കാറില്ല. പലഹാരം കൊണ്ടുവന്നപ്പോൾ സാറില്ലായിരുന്നു. സ്റ്റേഷനിൽ വന്നപ്പോഴാ പൊതി കണ്ടത്. ഉടനെ ഒരൊറ്റ കയറ്റമാണ്. നീ എന്താണ് ഇവിടെ വാങ്ങിച്ചു വെച്ചതെന്ന്. ഇത് സാധാരണ പലഹാരമല്ലെന്നും മുതലാളിയുടെ മകളുടെ പിറന്നാൾ പലഹാരമാണെന്നും പറഞ്ഞു. രക്ഷയില്ല. അങ്ങനെ നാട്ടിലെ പല പെൺകുട്ടികളുടെ പിറന്നാളും കല്യാണവും ഒക്കെ വരുമെന്നും അവരൊക്കെ കൊണ്ടുവരുന്ന പാരിതോഷികങ്ങൾ വാങ്ങിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നെന്നും പറഞ്ഞ ഒരൊറ്റ വിരട്ട്. മുതലാളിക്കൊന്നും തോന്നരുത്, സാറൊരു പ്രത്യേക സ്വഭാവക്കാരനാ. എന്നാ ഞാൻ പോട്ടെ. ആഹാ, അവൻ അത്രയ്ക്ക് അഹങ്കാരമായി പോയോ? ഇതിനു മുൻപ് ഇവിടെ ഇരുന്നിട്ടുള്ള ഇൻസ്പെക്ടർമാരെല്ലാം ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഈ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുള്ളവരാ. ഹെവനാരാ? കൊച്ചി രാജാവിന്റെ കൊച്ചുമോനോ? പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാകരനോന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാണെന്ന് അയാൾക്ക് മനസ്സിലായി കാണത്തില്ല. വേറെ ഏതോ അലവലാദികളുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാണെന്ന് വിചാരിച്ചു കാണും. എന്നാ ഞങ്ങൾ വരട്ടെ. അങ്ങനെ ആ, അല്ല, അവനെ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ലല്ലോ. ഉടനെ നിങ്ങൾ അവനെ കാണണം.